രക്ഷയുടെ പാതയിൽ ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ പറയാത്തേ? സ്വരമുയർത്തി എന്ന് പറഞ്ഞേ. സ്വരമുയർത്തി പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്നായിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞു. ഹായ്, എന്ത് ഭംഗിയെന്ന് എല്ലാവരും കാണാൻ. നല്ല ചുണക്കുട്ടികളായിട്ട്, നല്ല മാലാക്ക് കുഞ്ഞുങ്ങളായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. പുതിയ ഉടുപ്പിട്ട് ആരൊക്കെയോ വന്നിട്ടുണ്ടല്ലോ. അവിടെ ആരോ മിഠായി വായിലിട്ട് തിന്നത് സിസ്റ്റർ കാണുന്നുണ്ട്. എടാ ചക്കരക്കുട്ടാ, മരിയമോൾ, ഡോൺ, മാത്യൂസ്, എല്ലാവരും ഉണ്ടല്ലേ. പിന്നെ ആരാ? ഡിയോൺ, പിന്നെ ആരാ? ജെറോം, എല്ലാവരും ഉണ്ട്. സ്വരം ഉയർത്തി ഒന്നുകൂടി സിസ്റ്റർ സ്തുതിയല്ലാവോ? ഉറക്കച്ചില്ലേ? ഓക്കെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനി സിസ്റ്റർ പാട്ട് പാടിക്കൊണ്ടാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. ഏത് പാട്ടാണെന്നറിയോ? ഒരു നാൾ ഞാനും യേശുവിനെ പോൽ വളരും വലുതാകും. എന്താ പാടിയത്? യേശുവിനെ പോലെ വളർന്ന് വലുതാകാനിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെക്കുറിച്ചാണ് സിസ്റ്റർ പാടാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ. ഒരു നാൾ ഞാനും യേശുവിനെ പോൽ വളരും വലുതാകും, യേശുവിനെ പോൽ വളർന്ന് വലുതായി നന്മകൾ ചെയ്തിടും. എന്താ പാടിയത്? നിങ്ങൾ ഓരോരുത്തരും ഉണ്ണി യേശുവിനെ പോലെ ഇതാ വളർന്ന് വളർന്ന് വലുതാകുക. എന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? നന്മ ചെയ്യണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ? നന്മ ചെയ്ത, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്ത കൂട്ടുകാരിയൊക്കെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയാണ് കൂട്ടിക്കൊണ്ട് വന്നേ? ഈശോയ്ക്ക് വേണ്ടി നന്മകൾ ചെയ്ത, ഈശോയെ സ്നേഹിക്കാൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. ആരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നു? കൊള്ളാലോ, കുറേ കൂട്ടുകാരുണ്ട്. ഒന്ന് കൈ ഉയർത്തി കാണിച്ചേ. 1 2 3 4 5 6. ഹായ്, നന്നായിട്ടുണ്ട്. ഈ എല്ലാവരും ഒന്നുകൂടെ ഇരിക്കില്ലേ, എഴുന്നേറ്റ് നിൽക്ക്, ചാടി എഴുന്നേൽക്ക്, കണ്ണി ഉയർത്തി പിടിച്ചേ. സിസ്റ്ററിൻ്റെ ക്ലാപ്പ് തന്നേ, ചിരിച്ചു കാണിച്ചേ. അവിടെ ആരും മോകമൊക്കെ വീർപ്പിച്ചിരിപ്പുണ്ട്. ജോണിക്കുട്ടിയാന്നാ തോന്നുന്നേ. ചിരിക്കടാ, നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാട്ടൊന്നുകൂടി പാടിയാലോ? എഴുന്നേറ്റ് നിൽക്കണം. സിസ്റ്റർ ആക്ട് ചെയ്യുന്ന പോലെ നിങ്ങളും ആക്ഷൻ കാണിക്കണം. എന്താ പാടാൻ പോകുന്നതെന്നറിയാവോ? ഒരു നാൾ ഞാനും യേശുവിനെ പോൽ വളരും വലുതാകും, യേശുവിനെ പോൽ വളർന്ന് വലുതായി എന്താ ചെയ്യുന്നത്? നന്മകൾ ചെയ്തിടും. പാടാം. ഒരു നാൾ ഞാനും യേശുവിനെ പോൽ വളരും വലുതാകും, യേശുവിനെ പോൽ വളർന്നു വലുതായി നന്മകൾ ചെയ്തിടും. ഉറക്കെ പാടാം. ഒരു നാൾ ഞാനും യേശുവിനെ പോൽ വളരും വലുതാകും, യേശുവിനെ പോൽ വളർന്നു വലുതായി നന്മകൾ ചെയ്തിടും. ഞാൻ കുഞ്ഞുടുപ്പയിലെന്ന് പിടിച്ചേ, ആ പാൻ്റെരയ്ക്കുന്ന കൈ കൊണ്ട് പിടിച്ചേ, എന്നിട്ട് പാടാം. ലാ 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 ലാ. ഹായ്, എന്ത് ഭംഗിയാ നിങ്ങൾ പാട്ട് പാടുന്നത് കാണാൻ. എല്ലാവരെയും സിസ്റ്റർ കൺഗ്രാലേറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് കൈയടിച്ചേ. ഇനി ഒരു കൺഗ്രാലേഷൻ പറഞ്ഞേ. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പറയാൻ പോവുകയാണ് കൺഗ്രാലേഷൻ. എന്തിനാ? നന്നായി പാട്ട് പാടിയതിന്. ഇനി മെല്ലെ ഇരിക്കാം. സിസ്റ്ററിനെ നോക്കണേ, ചിരിച്ചുകൊണ്ടിരിക്കണേ, ശ്രദ്ധിക്കണേ. അവിടെ ആരോ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റി. ഡിയാനാണോ? ഡിയാൻ, ഇവിടെ നോക്കിക്കേ. ശ്രദ്ധിച്ചിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏത് പാടാന്നറിയാവോ? എല്ലാവർക്കും അറിയാം. 13ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേരെന്താണെന്നറിയണോ? അറിയാവോ? സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. എന്താണ്? സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ. ഇത് പറഞ്ഞപ്പോഴത്തേക്കും ആരോ സിസ്റ്ററിനെ വിളിക്കുന്നുണ്ട്. ആരെ വിളിച്ചേ? ഡിയാനാണോ? എന്താ മോനെ, എന്താ? അവൻ പറയുക ടീച്ചറോട്, ടീച്ചറെ പപ്പയോട് കുറേ നേരമായി പറയുന്നു, പുസ്തകത്തിലൊരു പടം കാണിച്ചോണ്ട്, ഇത് കണ്ടോ ഈ പടം? ഈശോയും കുറേ കൂട്ടുകാരും എന്തൊക്കെയോ ചെയ്യുന്നൊരു പടം. ഈ പടം കാണിച്ചിട്ട് കഥ പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നില്ലെന്ന്.
നമുക്ക് പറയാലേ. വിളിച്ചേ, ഡിയാനെ, പപ്പയെ വിളിച്ചേ, പപ്പേ. അവൻ ഒച്ചത്തി വിളിച്ചു. പപ്പ ഓടി വന്നു. എന്നിട്ട് പറയാണ്, പപ്പേ, ഈ പുസ്തകത്തിലെ ഈ ചിത്രം എന്താന്ന് ഒന്ന് പറഞ്ഞതാ പപ്പേ. എൻ്റെ കൂട്ടുകാരായ ഡിയോണും ജെറോമും ജോഷ്വയും മാത്തുക്കുട്ടിയും ഒക്കെ പറഞ്ഞു ഇന്ന് 13ാമത്തെ പാഠപുസ്തകത്തിൽ നല്ലൊരു ചിത്രമുണ്ടെന്ന്. അതൊന്ന് പറഞ്ഞതാ പപ്പേ. പപ്പ എന്താ ചെയ്തെന്നറിയണോ? ഇവരെല്ലാം അടുത്ത് വിളിച്ചിരുത്തി. ദാ ഈ പടം കണ്ടില്ലേ? ആരാത്? ഈശോയും ഈശോയുടെ ശിഷ്യന്മാരായ കൂട്ടുകാരും ഒരുമിച്ചിരിക്കുക. അവരെന്താ അവിടെ ചെയ്യുന്നത് നോക്കിക്കേ. കണ്ടോ? ഈശോ തൻ്റെ കൂട്ടുകാരായ ശിഷ്യന്മാർക്കെല്ലാം ഭക്ഷണം കൊടുത്തു. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചു. അതാണ് അന്ത്യ അത്താഴം. അവസാനമായിട്ട് ഈശോ തൻ്റെ കൂട്ടുകാരായ 12 ശിഷ്യന്മാരെയും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പമൊക്കെ കഴിച്ചു അവർ. അതിനുശേഷം ഈശോ എന്താ ചെയ്തതെന്നറിയണോ? മെല്ലെ ഇറങ്ങി താഴെ ഇരുന്നു. എന്നിട്ടൊരു താലത്തിൽ വെള്ളമെടുത്തു. അരയിലൊരു കച്ച എന്ന് പറഞ്ഞ ഒരു തുണി ഇങ്ങനെ ചുറ്റിയിട്ട് ഈ ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും കാലുകൾ കഴുകി കഴിഞ്ഞ് ആ കാലിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്, എന്താ പറഞ്ഞെന്നറിയണോ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. എന്താ പറഞ്ഞത്? ഒന്നൊച്ചത്തിലെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഓക്കെ, ഇച്ചിരി സ്വരമുയർത്തി. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ഇത് സുവിശേഷത്തിലുള്ളൊരു വചനമാണ്. അതെവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? സിസ്റ്റർ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചേ. ദാ അവിടെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ട്. സിസ്റ്റർ കണ്ടു കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്ക്. എവിടെയാ പറഞ്ഞിരിക്കുന്നതെന്ന് പറയട്ടെ. കൈ ഉയർത്തിപ്പിടിച്ചേ. വലത്തുകാരെല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13ാമത്തെ അധ്യായം 35ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്. എല്ലാവരും ചേർന്ന് പറയണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിനെന്ന്. പപ്പ ഡിയാനും ഡിയോണും ജെറോമിനും ഒക്കെ ഇത് പറഞ്ഞു കൊടുത്തു. അപ്പ ചോദിക്കുക, പപ്പേ ഈശോ എങ്ങനെ അങ്ങനെ ചെയ്തേ? പപ്പ പറഞ്ഞു കൊടുക്കുക, ഈശോയ്ക്ക് എല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഈശോ സ്നേഹിക്കുക. ഈശോ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാവപ്പെട്ടവരെല്ലാം ഈശോ സ്നേഹിക്കും. വിശന്ന് വലഞ്ഞും അടുത്ത് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും. കണ്ണ് കാണാത്തവർക്കെല്ലാവരുടെയും കണ്ണിന് കാഴ്ച കൊടുത്തു. ചെവി കേൾക്കാതെ വന്നവർക്കോ ചെവി കേൾക്കാനായിട്ടുള്ള സൗഖ്യം കൊടുത്തു. അങ്ങനെ ഈശോ ആരെയൊക്കെ കാണുന്നുവോ അവരെയെല്ലാം സ്നേഹിച്ചു, അവരെല്ലാം സഹായിച്ചു. പാവപ്പെട്ടവനെ സഹായിച്ചു, പാപികളെ സഹായിച്ചു. നിങ്ങളൊന്ന് പറഞ്ഞേ. പറഞ്ഞു. ഒക്കെ ശരിയാ. അതുപോലെ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? Zacchaeus was a very little man was he. He climbed up on a sycamore tree for he wanted to see his Lord. And as the Savior passed that way and looked upon the tree and said, "You, Zacchaeus, come down, for I am going to stay with you. For I am going to stay with you." എന്താ പാടിയത് കേട്ടിട്ടുണ്ടോ? ഈശോ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ സക്കേയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈശോയെ കാണണം. പക്ഷെ അവന് എല്ലാവരുടെ പണമൊക്കെ ഉണ്ടല്ലോ, ഈ പൈസയൊക്കെ അതൊക്കെ തട്ടിപ്പറിച്ച് മേടിക്കും. ഭയങ്കര കള്ളനാ. അവൻ കള്ളത്തരം കാണിക്കും, പിടിച്ചു പറിച്ച് മേടിക്കും, നുണ പറയും. അപ്പോൾ ഈശോയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈശോ എല്ലാവരെയും സ്നേഹിക്കും, നന്മ ചെയ്യും, സൗഖ്യപ്പെടുത്തും, അപ്പം കൊടുക്കും എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ സക്കേയൂസിനൊരാഗ്രഹം. എന്താ? അവൻ വിചാരിച്ചു, എനിക്കും ഈശോയെ കാണണം. അവനെന്താ ചെയ്തെന്നറിയണോ? ഈശോ ഇങ്ങനെ വരുന്ന വഴിയുടെ സൈഡിൽ ഒരു വലിയൊരു മരമുണ്ട്, ഒരത്തിമരം, കുറേ ഇലകളൊക്കെയുള്ള. ആ മരത്തിൻ്റെ പൊക്കത്തിലേക്ക് വലിഞ്ഞ് കയറി. എന്നിട്ട് ആ മരത്തിൽ അള്ളിപ്പിടിച്ച് താഴേക്ക് നോക്കി. ഈശോയും ശിഷ്യന്മാരും നടന്നു വരുമ്പോൾ ഈശോ എന്ന് കാണും. അവരിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഈശോ വരിക. ഈശോ നടന്ന് വന്നിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, സക്കേയൂസ്, നീ താഴെ ഇറങ്ങി വരിക. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാൻ പോകുക. ഈശോയെ, ഞാൻ പാപിയാ, എൻ്റെ വീട്ടിൽ ഈശോ വരാനോ? അവന് സന്തോഷമായി. അവൻ ചാടി ഇറങ്ങി തുള്ളിച്ചാടി ഈശോയുടെ അടുത്തെത്തി.
പാട്ടൊന്നും അടിക്കട്ടെ. എന്താ പാടിയത്? സഖ്യവൂസ് പൊക്കം കുറഞ്ഞ മനുഷ്യനാ. എങ്ങനെയാ? സഖ്യവൂസ് വാസ് എ വെരി ലിറ്റിൽ മാൻ, എ വെരി ലിറ്റിൽ മാൻ വാസ് ഹി. He climbed up on a sycamore tree, for he wanted to see his Lord. And as the Savior passed that way, and looked upon the tree, and said, "You, Zacchaeus, come down, for I am going to stay with you. For I am going to stay with you." പാട്ട് പഠിക്കണാട്ടോ. കണ്ടോ? ഈശോയ ആ സഖ്യവസിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, സ്നേഹിച്ചു. സഖ്യവത്ത് അതിശയപ്പെട്ടു. ഇങ്ങനെ നോക്കി, ഹോ, പാപിയായി ഞാൻ. കണ്ടോ? ഈശോ എല്ലാവരെയും സ്നേഹിക്കും. കൂട്ടുകാരെ, എങ്കിൽ നമുക്കും ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കണ്ടേ? നമ്മളൊക്കെ ആരുടെ മക്കളാ? ഈശോയുടെ മക്കൾ അല്ലേ? ഈശോയുടെ മക്കളാണെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കണം. ഈശോ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിച്ചു. കണ്ടിട്ടുണ്ടോ? പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ആ ഈശോ നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. എവിടെയാ മരിച്ചത്? കുരിശിൽ. കൂട്ടുകാരെ, പപ്പ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക. ഡിയോണും ഡിയാനും എല്ലാവരും പപ്പയെ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് പറയുക, പപ്പേ അങ്ങനെയാണെങ്കിൽ ഞാനും എല്ലാവരെയും സ്നേഹിക്കും. പോയി വെച്ചു, എടാ നീ ആരെയാടാ സ്നേഹിക്കുന്നത്? നീ ആ പിള്ളേരോടൊക്കെ വഴക്ക് കൂടുമല്ലേ? സ്കൂളിൽ ചെല്ലുമ്പോഴും കൂട്ടുകാരോടും കളിക്കാൻ വരുമ്പോൾ നീ എന്ത് കുസൃതിയാണ് കാണിക്കുന്നത്? വഴക്ക് കൂടും, തല്ലുകൂടും, എന്നിട്ടാണ് നീ സ്നേഹിക്കാൻ പോകുന്നേ? അല്ല പപ്പേ, എനിക്കറിയില്ലായിരുന്നു. ഇനി മുതൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കും. ഞാൻ ആരോടും വഴക്ക് കൂടൂല. ഇല്ലാത്തവർക്കെല്ലാം ഞാൻ കൊടുക്കും. പപ്പേ, ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പോയില്ലേ? അന്നേരം എൻ്റെ കൂട്ടുകാരൻ ആകെ ഒരു പേനേ ഉണ്ടായിരുന്നുള്ളൂ. അത് തെളിഞ്ഞില്ല. അപ്പം ഞാനുണ്ടല്ലോ, പപ്പ എനിക്ക് മേടിച്ചെന്നില്ലേ 2-3 പേന. അതിൽ ഒരു പേന അവന് കൊടുത്തു. അവന് സന്തോഷമായി. ഇങ്ങനെ ഞാൻ എല്ലാവർക്കും നന്മ ചെയ്യും. പപ്പ എന്താ ചെയ്തതെന്നറിയണോ? അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ മോൻ മിടുക്കനാ. കൂട്ടുകാരെ, നമുക്കും ഇങ്ങനെ സ്നേഹിക്കണ്ടേ എല്ലാവരെയും? ഈശോ എന്താണ് പറഞ്ഞത്? അന്ത്യത്താഴ് സമയത്ത് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞൊരു വചനം ഇപ്പം സിസ്റ്റർ ഓർപ്പിച്ചു തന്നില്ല. എന്തായിരുന്നു? ശരിയാ, ഒക്കെ പറ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. എവിടെയാ പറഞ്ഞത്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യം. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമുടെന്നും സഹചരരെ നീ. എന്താ പാടിയത്? സ്നേഹിച്ചിടുക സോദരരെ, സ്നേഹമുടെന്നും സഹചരെ നീ, പാലിച്ചിടുക മോദമോടെ സ്നേഹത്തിൻ തിരുകൽപ്പന നീ. ഈശോ നൽകിയ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ച് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കണം. ഈശോയെ നമുക്ക് സ്നേഹിക്കണം. ഈശോ സ്നേഹിച്ചതുപോലെ ദാ ഇവിടെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നമുക്ക് സ്നേഹിക്കണം. മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. ചീത്ത കൂട്ടുകാരോട് കൂട്ടുകൂടാൻ പാടില്ല. നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനെയുള്ള കൂട്ടുകാരാ? നല്ല കൂട്ടുകാരാണോ? നിങ്ങൾ ഒരിക്കലും ചീത്ത കൂട്ടിൽ പെട്ടുപോകരുത്. നല്ല കൂട്ടുകാരാകണം. ഈശോയ്ക്ക് നമ്മോട് എന്ത് സ്നേഹമെന്നറിയാവോ? സ്നേഹത്തിൻ്റെ വലിയ മാതൃകയാണ് ഈശോ നമുക്ക് കാണിച്ചത്. അതാണ് അവസാനം എവിടെയാണ് മരിച്ചതെന്ന് പറഞ്ഞത്? കുരിശിലാണ് ഈശോ മരിച്ചത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുരിശുണ്ടോ? കുരിശ് കണ്ടിട്ടുണ്ടോ? ചെറിയ കുരിശ് ഉണ്ടോ? ആരുടെയൊക്കെ വീട്ടിലുള്ളത് ഒന്ന് പറഞ്ഞേ. എല്ലാവരുടെയും വീട്ടിൽ കുരിശുണ്ടോ? എങ്കിൽ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഒരു ചെറിയ കുരിശെടുത്തിട്ട് ക്ലാസ്സിൽ വരണം. വരുമോ? കൊണ്ടുവരുമോ? എല്ലാവരും കൊണ്ടുവരണം. ഞാൻ നോക്കും ആരെങ്കിലും കൊണ്ടുവരാതിരിക്കുന്നുണ്ടോ എന്ന്. എല്ലാവരും വരുമ്പോൾ ചെറിയൊരു കുരിശുമായിട്ട് വരണം. എന്നിട്ട് കുരിശെടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? കുരിശ് പിടിച്ചിട്ട് പറയണം, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താ പറയേണ്ടത്? ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പറയുമോ? കയ്യെന്ന് കൂട്ടിപ്പിടിച്ചേ, കൂട്ടിപ്പിടിക്കുക. സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഉച്ചസ്വരത്തിൽ നേറ്റു ചെല്ലണം. ഉറക്കെ ചെല്ലൂലേ? ചെല്ലണം. എന്നെ സ്നേഹിക്കുന്ന ഈശോയെ എല്ലാവരെയും സ്നേഹിക്കുവാൻ
എന്നെ പഠിപ്പിക്കണമേ. കുരിശിൽ മരിച്ച ഈശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഉറക്കെ പറ. കുരിശിൽ മരിച്ച ഈശോയെ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി ഒരു സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് ഉറക്കെ സ്തുതിയായിരിക്കട്ടെ. കുറേ പേര് അവിടെ ഇരുന്നു കൊണ്ട് അസൂസിന് സ്തുതി ചൊല്ലിയത്. എഴുന്നേറ്റ് ചെല്ല്, എഴുന്നേറ്റ് നിൽക്ക്. കുരിശ് വരച്ച് സ്തുതി ചെല്ലാൻ പോവുകയാണ്. ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ വലിയ അടയാളമാണ്. അപ്പോൾ ഈ കുരിശ് വരച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്താൻ പോവുകയാണ്. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വരൂലേ? വരണം. കൈകൂട്ടി പിടിക്കാം, വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പോവല്ലേ, ഒരു ഹായ് പറഞ്ഞിട്ട് പോ. ഹായ്. ഉറക്കെ പറ. ഹായ്.